വിസയും താമസ കുടിയേറ്റ രേഖകളും പുതുക്കാൻ 3 മണിക്കൂറോളം ചെലവിടേണ്ടിയിരുന്ന സംവിധാനമാണ് 2 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുക. ഉപഭോക്താവിന് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അൽസലാമ എന്ന പേരിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇതിനായി അവതരിപ്പിച്ചത്. അപേക്ഷകർ എല്ലാ രേഖകളും തയ്യാറാക്കി വെച്ച ശേഷമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. It was taking like 1 to 3 hours for processing that. Now within this, yeah, but you have to make sure that all your documents and or your file is clear with everything. ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ് അധികൃതർ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ വാർഷിക അവലോകന യോഗത്തിലാണ് പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. GDRFയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാക്കാൻ മാധ്യമങ്ങളുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ടെന്ന് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സർക്കാർ സേവനങ്ങളുടെ വേഗം കൂട്ടുന്നതാണ് GDRFയുടെ പുതിയ ഇടപെടൽ. ഭരണത്തിലെ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കുക, 2 മിനിറ്റിനുള്ളിൽ താമസ കുടിയേറ്റ രേഖകൾ പുതുക്കാൻ കഴിയുക. GDRFA പുതിയ സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.